ശിശുക്കൾക്ക് തുല്യമായ ജ്ഞാനം ലഭിക്കുവാൻ പ്രാർത്ഥിക്കുന്ന ഏവർക്കും യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭാമാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. ആ സമയത്ത് യേശു പറഞ്ഞു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെ നാഥനായ പിതാവേ, നീ ഈ കാര്യങ്ങൾ ബുദ്ധിമാന്മാരിലും വിവേകികളിലും നിന്ന് മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. 3 കാര്യങ്ങളാണ് ഇവിടെ പരമപ്രധാനമായി നാം മനസ്സിലാക്കേണ്ടത്. 1. മത്തായി സുവിശേഷകൻ ഈ വാക്യം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? പിതാവായ ദൈവവുമായുള്ള തൻ്റെ ബന്ധം യേശു വിശദീകരിക്കുന്നത് ഈ ഭാഗത്തിൽ നാം കാണുന്നു. ശിശുസഹജമായവർക്ക് മാത്രമേ ദൈവത്തെ കണ്ടുമുട്ടാൻ കഴിയൂ എന്നാണ് അദ്ദേഹം അടിസ്ഥാനപരമായി പറയുന്നത്. കാരണം ശിശുസഹജരായവർ പക്ഷപാതത്തിൽ നിന്ന് മുക്തരാണ്. കുട്ടികളെ പോലെ ഉള്ളവർ മറ്റുള്ളവരെ ആശ്രയിക്കാൻ തയ്യാറാണ്. ദൈവത്തെ ആശ്രയിക്കുവാൻ മനസ്സുള്ളവരാണ് ശിശുക്കൾ. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ശിശുക്കളെ പോലെ ആകുവിൻ. ദൈവത്തെ ആശ്രയിച്ചാൽ മാത്രമേ നിനക്ക് ദൈവീക രഹസ്യങ്ങൾ ബോധ്യപ്പെടുകയുള്ളൂ, മനസ്സിലാവുകയുള്ളൂ. 2. ആരാണ് ബുദ്ധിമാന്മാരും വിവേകികളും? ഈ കാര്യങ്ങൾ മറച്ചുവെച്ച വ്യക്തികളാണ്. ദൈവത്തിൻ്റെ രഹസ്യവും പദ്ധതിയും വെളിപ്പെടുത്തുവാൻ ദൈവം നിശ്ചയിച്ചിരുന്നവരാണ്, പക്ഷേ അവർ അത് മറച്ചുവെച്ചു. ജ്ഞാനികളും വിവേകികളും ഇവരാണ്. ലൗകികവും സ്വാഭാവികവും സിവിൽപരവുമായ കാര്യങ്ങളിൽ വലിയ ഭാഗങ്ങളും അറിവും പാണ്ഡിത്യവും വിജ്ഞാനത്തിൻ്റെ ഒരു വലിയ ദിശാസൂചികയും ആയി നിലകൊണ്ടവരാണ് അവർ. വിവേകവും വക്രബുദ്ധിയും പിൻബുദ്ധിയും ഗണ്യമായി ഉള്ളവരായിരുന്നു അവർ. ഒരർത്ഥത്തിൽ കർത്താവ് വിവക്ഷിക്കുന്നത് ഈ ലോകത്തിലെ ജ്ഞാനവും വിവേകവും ഉള്ളവർ എന്നു തന്നെയാണ്. കാരണം ദൈവത്തിൻ്റെ ജ്ഞാനവും വിവേകവും അവർ മറച്ചുവെച്ചു. ജ്ഞാനിയും ബുദ്ധിമാനും ആയിരിക്കുക എന്നതിനർത്ഥം പക്വതയും വിവേകവും ഉണ്ടായിരിക്കുക എന്നാണ്. ജ്ഞാനികളും ബുദ്ധിമാന്മാരും കാര്യങ്ങൾ അറിയുക മാത്രമല്ല, അവർ വിനയാന്വിതരായി നിലകൊള്ളുകയാണെങ്കിൽ കൂടുതൽ നന്നായി അന്വേഷിക്കാനും സത്യം അന്വേഷിക്കുവാനുമുള്ള കഴിവുണ്ട്. ഈ സാഹചര്യത്തിൽ ജ്ഞാനികളും ബുദ്ധിമാന്മാരും അധികാരത്തിലും അഹങ്കാരത്തിലും നിലകൊണ്ടവരാണ്. പ്രത്യേകിച്ച് സാംസ്കാരികവും മതപരവുമായ അധികാരങ്ങളെ സൂചിപ്പിക്കുന്നു. പുരോഹിതരും നിയമജ്ഞരും ഫരിസേയരും. അവർക്ക് ദൈവിക ജ്ഞാനമില്ലാതെ പോയതുകൊണ്ടാണ് അവർ സ്നാപക യോഹന്നാനെയും ക്രിസ്തുവിനെയും തിരിച്ചറിയാതെ പോയത്. ജ്ഞാനിയും ബുദ്ധിമാനും ദൈവത്തെ അനുസരിക്കാത്തതിനാൽ യോഹന്നാൻ്റെയും യേശുവിൻ്റെയും പ്രബോധനങ്ങളും സത്യങ്ങളും അവർക്ക് ഗ്രഹിക്കുവാൻ സാധിച്ചില്ല. വേദങ്ങൾ അറിയാമായിരുന്നിട്ടും അവർ അത് അനുസരിച്ചില്ല. പകരം അവർ തങ്ങളുടെ ജ്ഞാനവും ബുദ്ധിയും ദുരുപയോഗം ചെയ്തു. ദൈവം കൽപ്പിച്ചതുപോലെ അയൽക്കാരനെ സ്നേഹിക്കുന്നതിനു പകരം ചൂഷണം ചെയ്തു. ഇവിടെ കർത്താവായ യേശുനാഥൻ പറയുന്ന പിതാവായ ദൈവത്തിൻ്റെ തിരുഹിതം ഇവയായിരുന്നു. തിരുവെഴുത്തുകൾ അറിയുകയും അവ ദുരുപയോഗം ചെയ്യുകയും ചെയ്ത ബുദ്ധിമാന്മാരും ജ്ഞാനികളുമായവരിൽ നിന്ന് പിതാവ് തൻ്റെ വ്യക്തിത്വം മറച്ചുവെക്കുന്നതും ഈ ലോകത്തിലെ ജ്ഞാനികൾക്ക് ഇരയാകുന്ന ശിശുക്കൾക്ക് പിതാവ് തൻ്റെ വ്യക്തിത്വം വെളിപ്പെടുത്തുന്നതും തുറന്നു കാട്ടുന്നതുമാണ് പിതാവിൻ്റെ തിരുവുള്ളം. 3. പിതാവും പുത്രനായ യേശുവും തമ്മിലുള്ള ബന്ധം. എല്ലാം എൻ്റെ പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. യേശുനാഥൻ്റെ പിതാവ് സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവായതിനാൽ പിതാവ് യേശുവിന് സകലവും നൽകിയിരിക്കുന്നു. തൻ്റെ പിതാവ് തനിക്ക് എല്ലാറ്റിൻ്റെയും അധികാരം നൽകിയിട്ടുണ്ടെന്ന് യേശു പറയുന്നു. ഈ അവകാശവാദം ഉന്നയിക്കുമ്പോൾ പിതാവായ ദൈവവുമായി തുല്യ അധികാരമുണ്ടെന്ന് യേശു അവകാശപ്പെടുകയായിരുന്നു. യേശു താൻ ദൈവമാണെന്ന് വ്യക്തമായി അവകാശപ്പെടുകയായിരുന്നു. ഇത് ഒരേ സമയം ധീരമായ അവകാശവാദമാണ്. കാരണം അത് തെറ്റാണെങ്കിൽ അത് ദൈവദൂഷണമാകുമായിരുന്നു. അതൊരു വിനീതമായ അവകാശവാദമാണ്. കാരണം എല്ലാറ്റിൻ്റെ മേലുള്ള തൻ്റെ അധികാരത്തിൻ്റെ ഉറവിടം പിതാവ് തനിക്കു കൈമാറിയതാണെന്ന് കർത്താവ് പറയുകയായിരുന്നു. ബന്ധത്തെ കർത്താവായ യേശുനാഥൻ ഇപ്രകാരമാണ് വിവരിച്ചത്: പിതാവല്ലാതെ മറ്റാരും പുത്രനെ അറിയുന്നില്ല,
പുത്രൻ ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ മനസ്സാകുന്നുവോ അവനുമല്ലാതെ മറ്റാരും പിതാവിനെയും അറിയുന്നില്ല. ഇത് മനസ്സിലാക്കിയവർക്ക്, ഇത് വെളിപ്പെടുത്തി കൊടുത്തവർക്ക് കർത്താവ് നൽകിയ പേരാണ് ശിശുക്കൾ. പ്രിയമുള്ളവരെ, നമുക്ക് ശിശുക്കളെ പോലെ ദൈവത്തിൻ്റെതായി മാറാൻ പരിശ്രമിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.